ശ്രീജിത്ത് പണിക്കറും ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നു. ശ്രീജിത്ത്, ഗവർണർ അഴിപ്പിച്ച ബാനർ വീണ്ടും SFI പ്രവർത്തകർ കിട്ടുകയാണ്. PM ആർഷോയുടെ നേതൃത്വത്തിൽ. മാത്രമല്ല 1000 ബാനറുകൾ ക്യാമ്പസിൽ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിലേക്ക് പോവുകയാണ്. ഗവർണർ വീണ്ടും ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയാൽ ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെ കാണുന്നു കഴിഞ്ഞ 2 ദിവസമായി ഈ ഗവർണറും SFIയും അല്ല, ഗവർണറും ഈ ഭരണകൂടവും നമ്മുടെ ഭരണകൂടവും തമ്മിലുള്ള ഈ പ്രത്യക്ഷ യുദ്ധത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? ശ്രീയനിൽ, ഇത് SFIയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഗവർണറുടെ അദ്ദേഹം അവിടെ താമസിക്കും 3 ദിവസം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ കാലുകുത്താൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന രീതിയിലത്തേക്ക് വന്നത്. പക്ഷേ 6 മണിക്കോ 7 മണിക്കോ ഒക്കെ അദ്ദേഹം എത്തുന്നതിന് 2 മണിക്കൂർ മുമ്പേ തന്നെ അവിടെ സമരം ആരംഭിക്കുകയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് വരികയും ചെയ്തു. അവരോട് പോലീസ് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം പോലും പിന്നീട് ഗവർണർ എത്തുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടുള്ള വഴിയിൽ അവർ പ്രതിഷേധം നടത്തി എന്ന രീതിയിലും വലിയ നാണക്കേടുണ്ടായി. അപ്പോൾ പറഞ്ഞ ഒരു വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് SFIയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ശ്രമമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ ഈ നിമിഷം വരെയും വളരെ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മൾ ഈ പറയത്തില്ലേ, ഫേസ് സേവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പുതുതായിട്ട് ബാനർ കെട്ടും എന്നുള്ള രീതിയിലത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഒരു തവണ അത് എടുത്ത് കളയാനായിട്ട് ഗവർണർക്ക് ഒരു റീസൺ ഉണ്ടായിരുന്നു. SPയോട് അത് പറഞ്ഞത് ചെയ്തു എങ്കിൽ അത് തീർച്ചയായിട്ടും അത് വീണ്ടും ചെയ്യിപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നിടത്താണ്. അതായത് ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ SFI പറയുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള സർവകലാശാലകളെ അതിനെ ഏകപക്ഷീയമായിട്ട് ഒരു സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഗവർണറെ ഉപയോഗിക്കുന്നു എന്നാണ്. ഗവർണർക്ക് സ്വന്തമായിട്ട് താല്പര്യമൊന്നുമില്ല, പക്ഷെ കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് സർവകലാശാലകളിൽ ഗവർണറെ ഒരു ടൂൾ പോലെ, ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് തന്നെ പല സർവകലാശാലകളുടെയും സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി നോമിനികൾ അല്ലെങ്കിൽ മറ്റുള്ള നോമിനികൾ, ഈ ആൾക്കാരെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നുന്നത് അത് ശരിയാണ്, ഗവർണർ അങ്ങനെ ചെയ്തത് ശരിയല്ലല്ലോ, ഇവരുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വിവിധ മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതിന്റെ മെറിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ തമാശ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളെല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തിക്കൊള്ളണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. അത് പലപ്പോഴും ഗവർണർ പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെയുള്ള ആൾക്കാരെ അധികം അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുൻ വർഷങ്ങളിൽ ഇങ്ങനെ ഗവർണറുടെ നിയമനം നടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെ കിട്ടുന്ന ലിസ്റ്റുകളിൽ നിന്ന് നേരിട്ട് നിയമനം നടത്തുന്നത് കൊണ്ടാണ്. അത് മെറിറ്റ് പ്രകാരമായിരുന്നു. ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിവിധ സ്ട്രീമുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവരെല്ലാം തന്നെ സെനറ്റിലേക്ക് നോമിനികളാക്കി വെക്കുന്ന സമയത്ത് ആ സമയത്തും ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട്, അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളയാളാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പാർട്ടിയുടെ പല ആൾക്കാരെയും പല മേഖലകളിലെ പ്രാവീണ്യമുള്ള ആൾക്കാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൂടി അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പിന്നീട് ഈ അടുത്ത കാലത്ത് തന്നെ പാർട്ടിക്കാരുടെ ചില ആൾക്കാരുടെയൊക്കെ കലിംഗ സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയൊക്കെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായിരുന്ന ചില നേതാക്കന്മാരൊക്കെ തന്നെ മുമ്പ് സെനറ്റിൽ ഇതേപോലെ വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള എമിനന്റ് പേഴ്സൺസ് എന്ന നിലയ്ക്ക് ഇവരൊക്കെ തന്നെ സേവനം അനുഷ്ഠിച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെ ടൈറ്റാനിയത്തിലോ മറ്റോ ഉണ്ടായിരുന്ന തൊഴിലാളി യൂണിയന്റെ നേതാവിനെയൊക്കെ തന്നെ ഇൻഡസ്ട്രി റെപ്രസെന്റേറ്റീവായിട്ട് കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പരമ്പരാഗതമായിട്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാനത്തിലെ ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യവും ഗവർണറുടെ താല്പര്യവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കപ്പെടുന്നു, അത് സംഘിവൽക്കരിക്കപ്പെടുന്നു, കാവ്യവൽക്കരിക്കപ്പെടുന്നു, അതുകൊണ്ട് അതിനെ തടയണം എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. അതൊക്കെ പ്രകടമായിട്ട് ഇങ്ങനെ പുറത്തു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സർവകലാശാലകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ SFI ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിനോട് ഗവർണറിനോടോ ഒക്കെ അങ്ങോട്ട് ആവശ്യപ്പെടണമായിരുന്നു. ഇവിടെ പല സർവകലാശാലകളിലും VC ഇല്ല. പല സർവകലാശാലകളിലും വൈസ് ചാൻസലർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ നിയമനം നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വളരെ ശക്തമായിട്ട് ചാൻസലർ എന്ന രീതിയിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ അതിൽ ഇവർക്ക് ആർക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇനി വി സിമാരായിട്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് സർക്കാരിന്റെ താല്പര്യത്തിൽ കുറേയധികം നിയമനങ്ങൾ നടക്കുകയും അതിൽ പല നിയമനങ്ങളും റദ്ദ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അതിലൊന്നും എസ് എഫ് ഐക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സർവകലാശാലകൾക്കും വി സി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുകയും ഗോപിനാഥ് രവീന്ദ്രൻ എന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന ആളിനെ ചട്ടവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്ന സമയത്ത് അതിനെ സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കുകയും ചെയ്തപ്പോൾ എസ് എഫ് ഐ കമാന്ന് മിണ്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ താല്പര്യം എവിടെയാണ്? എസ് എഫ് ഐയുടെ ക്ഷമിക്കണം, സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ അൺവാറന്റഡ് ഇന്റർവെൻഷൻ, യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ലാത്ത ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പുനർനിയമനം നൽകിയിരിക്കുന്നത് ഗവർണർ തീരുമാനമെടുത്തെങ്കിലും ഇറ്റ് വാസ് അറ്റ് ദ ബെഹസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിന് അവർക്ക് വേണ്ടിയിട്ടാണ് ആ തീരുമാനം എടുത്തിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പേറ്റന്റ്ലി ഇല്ലീഗൽ, പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു. പ്രോ ചാൻസലറിന് കുറേയധികം അവകാശങ്ങളുണ്ട് എന്ന് ഇവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷേ പ്രോ ചാൻസലർക്ക് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എന്ന് ഈ ചട്ടങ്ങളെ ഉദ്ധരിച്ച് തന്നെ സുപ്രീം കോടതി പറയുന്നു. ആ സമയത്ത് അപ്പൊ എസ് എഫ് ഐ എവിടെ പോയി? അപ്പൊ ഇവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം തൽക്കാലം സംരക്ഷിച്ചാൽ മതിയോ? കണ്ണൂർ യൂണിവേഴ്സിറ്റി വേണ്ടേ? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം, പരമ്പരാഗതമായിട്ടുള്ള ഒരു ശ്രമം, അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അവരുടെ സ്വന്തം സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിലൊക്കെ തിരികാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് പരാജയപ്പെടുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ജന്മഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ, അതാണ് മാധ്യമ രംഗത്ത് നിന്നുള്ള ഒരാളെന്ന രീതിയിലത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിന് എതിർപ്പുള്ള ആൾക്കാരുടെ നോമിനി ആരാണ്? ദേശാഭിമാനിയിൽ നിന്നുള്ള ആളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ താല്പര്യം എവിടെയാണ്? ഇവരുടെ താല്പര്യം എവിടെയാണ്? ഒരു സ്ട്രീം അത് മെയിൻ സ്ട്രീം ആവുകയും മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഔട്ട്സൈഡേഴ്സായി മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം. ഇത് കേവലം വിദ്യാഭ്യാസ രംഗത്തല്ല, ഇത് ചലച്ചിത്ര രംഗത്തുണ്ട്. ഇപ്പൊ ചലച്ചിത്ര രംഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടതാണ്. നമ്മുടെ ഇവിടെയുള്ള സംഘടനകളുണ്ടല്ലോ, ചലച്ചിത്ര മേഖലയുമായി പ്രവർത്തിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ചില സംഘടനകളുണ്ട്. അത്തരം സംഘടനകളുടെയൊക്കെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഖ്യാതരായിട്ടുള്ള സംവിധായകരെല്ലാം സർക്കാരിന് കത്തയച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തിനാണ് ഈ ഇടതുപക്ഷ സ്വഭാവം ചലച്ചിത്ര മേഖലയിൽ നിലനിർത്തുന്നത്? എന്തിനാണ്? ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് അതിന് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രാധാന്യമുള്ള രീതിയിലോ ഏതെങ്കിലും രീതിയിൽ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടോ കാണിക്കുന്നതല്ല. പക്ഷേ ആ സിനിമയിൽ ഒരു സേവാഭാരതി ആംബുലൻസ് കാണിച്ചതിന്റെ പേരിൽ ഇവിടെ കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഇവിടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അത് കാവ്യവൽക്കരണമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ എത്രയോ സിനിമകൾ, രക്തസാക്ഷികൾ സിന്ദാബാദ്, ലാൽ സലാം, അങ്ങനെ എത്രയോ സിനിമകൾ, സഖാവ് തുടങ്ങിയ സിനിമകൾ വരുന്ന സമയത്ത് ഇത് കുഴപ്പമില്ല, അതിൽ രാഷ്ട്രീയമില്ല, അത് മെയിൻ സ്ട്രീമാണ്. ഇവിടെ ഏതോ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, മെക്സിക്കൻ അപാരതയോ എന്തോ ആണെന്ന് തോന്നുന്നു, KSUക്കാരൻ സ്റ്റാറായ കഥയെ തിരിച്ച് SFIക്കാരൻ സ്റ്റാറാക്കി എന്ന രീതിയിൽ മറ്റോ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നറേറ്റീവുകളെ മാറ്റി എടുക്കാമെന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരികയും ഇത് മാത്രം മെയിൻ സ്ട്രീമും മറ്റേതെല്ലാം പുറത്തു നിന്നുള്ള ആൾക്കാർ, നമ്മളും അവരും എന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് ഇവിടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാരംഗത്ത് സാഹിത്യരംഗത്ത് എല്ലാം തന്നെ കൊണ്ടുവരുന്നതിനും ഇതിനെയെല്ലാം തന്നെ സ്വന്തം കാൽച്ചുവട്ടിൽ നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ധാർഷ്ട്യമുണ്ട്. ഇന്ന് അവിടെ വലിച്ചിളക്കി കളഞ്ഞിരിക്കുന്നത് ആ ബാനറുകളല്ല, ആ ധാർഷ്ട്യമാണ്. ഇവരുടെ അഹങ്കാരമാണ് ഇന്നലെ തെരുവിൽ പരാജയപ്പെട്ടത്. അപ്പൊ അത് തീർച്ചയായിട്ടും പരാജയപ്പെടുത്തേണ്ടത് തന്നെയാണ്. അപ്പൊ അതിന് ഗവർണറോടൊപ്പം നിൽക്കേണ്ടത് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവിധ താല്പര്യങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യവും സ്ഥാനവും ഉണ്ട് എന്നും ഏതെങ്കിലും ഒരു ഇസത്തിനോ ഒരു വൽക്കരണത്തിനോ മാത്രമായി വഴങ്ങേണ്ടതല്ല നമ്മുടെ സമൂഹം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഗവർണറിന് പിന്തുണ കിട്ടുന്നത്. അല്ലായെങ്കിൽ പിന്നെ വണ്ടി തടഞ്ഞു നിർത്തി അതിൽ തട്ടുന്ന സമയത്ത് പുറത്തിറങ്ങി ആരാടാ എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? അല്ല, അതാണ് ഏറ്റവും വലിയ അപരാധം ശ്രീജിത്തെ. അദ്ദേഹം പുറത്തിറങ്ങി ആരാടാന്ന് ചോദിച്ചതാണ് പ്രശ്നം. ഇപ്പൊ ഇതാ പോലീസിൽ വെച്ച് ബാനർ അഴിപ്പിച്ചല്ലോ. ഒരു ഗവർണർ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് ഇവരുടെ ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വെറും പൊള്ളത്തരമാണ് എന്നുള്ളത് ഇന്ന് അവർക്ക് കൂടി മനസ്സിലായി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം പോടാ പുല്ലേ പോലീസ് ഞങ്ങൾക്ക് അതാണ് മറ്റേതാണ് മറിച്ചതാണ്, സർക്കാർ ഞങ്ങൾക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം ഈ ഗ്രൂപ്പിന്റെ ഒരു കേവലം ആത്മവിശ്വാസം മാത്രമാണ്. ഈ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടുന്നത് പോലെ തന്നെ അടി ഇവർക്കും കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അവരവിടെ സംയമനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന പാർട്ടി ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ പോലീസുകാരെല്ലാവരും അങ്ങ് ഇടതുപക്ഷമായതുകൊണ്ടല്ല. വാ മോനെ, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി വിടാം, മോളെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കുറെ പോലീസുകാരൻ
പോലീസുകാരന്മാരും പോലീസുകാരികളും ഒക്കെ ഈ സമരത്തിലുണ്ടായിരുന്ന പ്രവർത്തകരെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ്? ഇവർ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവരും കാണും, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അവരുടെ ഒരു അപ്രീതിക്ക് കാരണമായിക്കൊണ്ട് തന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടാകണ്ട എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ രണ്ട് സ്ഥലത്തും ഉള്ളത്. അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും അത് തന്നെയാണ്, അടിയിൽ നിന്ന് അല്ലെങ്കിൽ അടിക്കാതെ ആൾക്കാരെ അവിടെ കൂട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരും ഇത് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു അമിതമായിട്ട് വരുന്ന ആത്മവിശ്വാസമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം അവിടെ സാധിക്കും. നമ്മൾ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ മുഖത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് അന്ന് ഗവർണർ ഡോർ തുറന്നു എന്നിട്ട് ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് വരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞത്. ആ സമയത്ത് ജീവനും കൊണ്ട് പാഞ്ഞ ആൾക്കാരാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു? ഗവർണർ എന്തായാലും അവിടെ വരും എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് 6 ഷോ തുടങ്ങേണ്ടത്, അതായത് 6 മണിക്ക് ഷോ തുടങ്ങേണ്ടത് 4 മണിക്ക് ഷോ തുടങ്ങി, 4 ഷോ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? 2 മണിക്കൂർ മുമ്പ് ഈ ആൾക്കാരെ എല്ലാം കൂടെ തൂക്കി വാരി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നാണക്കേടായി. ഇന്നിപ്പോ ബാനർ അഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും നാണക്കേടായി. അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികൾ പകല് വിശ്രമത്തിലായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. അതിലും വലിയ തമാശ. ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി, അത് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളായിക്കോട്ടെ ആരുമായിക്കോട്ടെ, ആ ആളിനെ നമ്മൾ ടൈം ബൗണ്ടായിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അദ്ദേഹത്തിനോട് സമരം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവം എന്നാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ വിദ്യാർത്ഥി സംഘടനയോ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്? എല്ലാ സമയത്തും തുടർച്ചയായിട്ട് ആളെ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഹർത്താലുകൾ നടത്തുന്നുണ്ട്. ഹർത്താൽ നടത്തുന്ന ദിവസം വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഇവർ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാറുണ്ടോ? എന്നെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പേരിൽ ഹർത്താലിൽ ഇടപെടുന്ന ഏതെങ്കിലും ഒരാളിനെ, ഹർത്താൽ ചെയ്യുന്ന ആളിനെ ഇവര് എന്തെങ്കിലും ശരി, അയാള് പാവം, അയാൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഹർത്താൽ ദിവസമായിട്ട് പോവുകയാണ്, നമുക്ക് ആ ആളിനെ അങ്ങ് വിട്ടേക്കാം എന്നിവർ കരുതാറുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ പണ്ട് കഴിഞ്ഞ തവണ ഓട്ടോയിൽ നിന്ന് ഇറക്കി ചെവിക്കലടിച്ച് പൊട്ടിച്ചത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗവർണർക്ക് എന്തിനാണ് ഇവരൊരു എക്സെപ്ഷൻ അതിനകത്ത് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നതിന്റെ കാര്യം അവർക്ക് മനസ്സിലായി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികളൊന്നുമല്ല ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് വലിയ ആവേശത്തോടു കൂടി അങ്ങ് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കഴിച്ചിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വലിച്ചു മൂക്കിൽ കയറ്റാൻ പറ്റുന്ന പദവികളല്ല ഇതൊന്നും. അതുകൊണ്ട് കുറച്ച് സംയമനം പാലിക്കുക. നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യും, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കും, അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കും എന്നൊക്കെ ജനാധിപത്യപരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. പക്ഷെ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അദ്ദേഹം കൈകുത്തിയാണ് അവിടെ വന്നത്, അതൊന്നുമല്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പുറത്തുള്ള കാര്യമാണ്. നിങ്ങളൊരു വളരെ കുഞ്ഞു സംഘടനയാണ് എന്നും നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നലെ ആർഷോയെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് ആരാ എന്നെ തള്ളിയത്, ആരാ എന്റെ മുണ്ടിൽ പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ പറയുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് ആർഷോ അപ്പുറത്തേക്ക് നോക്കണം. സാധാരണ നിങ്ങളെ പോലെ തന്നെ അവിടെ പ്രതിഷേധിച്ചിരിക്കുന്ന, കരിങ്കൊടി കാണിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരുടെ തല തല്ലി പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ വരികയാണ്. അത് എന്തിനാണ് വരുന്നത്? അതിനു വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പോലുമല്ല. വശത്ത് നിൽക്കുന്ന പോലീസുകാരെ അവരെ കീഴ്പ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അവരെ കോപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നിട്ടും വണ്ടി പിന്നാലെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരാൾ വടിയുമായിട്ട് ഇറങ്ങുകയാണ്. എന്നാലും നോക്കി, നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ വടിയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. മറ്റേ ഒരു ഒലക്ക കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്ന പോലെ അതേ വേഗത്തിലാണ് ഇറങ്ങി വരുന്നത്. കയ്യിലൊരു ഒലക്കയുണ്ട്, അത് കൊണ്ടുവച്ചിട്ട് അടിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്കും ഈ ജനാധിപത്യപരമായിട്ടുള്ള പ്രകടനത്തിനോ അതിലത്തിലുള്ള പ്രതിഷേധത്തിനോ ഒന്നും തന്നെ അവകാശമില്ലേ? അപ്പൊ എന്റെ മുണ്ടിൽ പിടിക്കുന്നത് ആരാടാ, എന്നെ തള്ളിയത് ആരാടാ എന്ന് പറയുന്ന വീര്യം അവിടെയും കാണിക്കണം. ഇതേ പോലീസുകാരെ അവിടെയും ആ പോലീസുകാരോട് ചോദിക്കണം, അല്ലെ ആ പോലീസുകാരെ അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, എന്താണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരം പ്രതിഷേധം. അതിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധവുമായി മാറുന്നു. ആ ഡിസ്റ്റിങ്ഷൻ, ഡിമാർക്കേഷൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഇടത് സിസ്റ്റമാണ്. പക്ഷെ ഒരേ സമയത്ത് ഈ 2 കാര്യങ്ങളും 2 രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പണ്ട് ഏതോ ഒരു സിനിമയിൽ പ്രേം നസീർ, അദ്ദേഹത്തിന് ബാബു എന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഈ മീശയുള്ള ഒരു ക്യാരക്ടറാണ് ബാബു. അപ്പൊ ഈ ബാബു ഈ സിനിമയുടെ ക്ലൈമാക്സ് ആകുന്ന സമയത്തേക്ക് വന്നിട്ട് പറയും, അപ്പൊ അവിടെ ചുറ്റും ഇരിക്കുന്നതിൽ അടൂർ ഭാസി, ഉമ്മർ, മീന, ഷീല ഇവരൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് പറയും, നിങ്ങൾ ഇതുവരെ എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ബാബു അല്ല, ഞാൻ CID ഓഫീസർ KK നായരാണ് എന്ന് പറഞ്ഞിട്ട് ഈ മീശ അങ്ങ് മാറ്റും. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഞെട്ടുകയാണ്. ഉമ്മർ ഞെട്ടുന്നു, മീന ഞെട്ടുന്നു, ഷീല ഞെട്ടുന്നു, അടൂർ ഭാസി ഞെട്ടുന്നു. നമ്മൾ പ്രേക്ഷകർ ഞെട്ടത്തില്ല. കാരണം നമുക്കിത് തുടങ്ങുന്ന സമയത്ത് തന്നെ അറിയാം, മീശ വെച്ചാലും ഇല്ലെങ്കിലും ഇത് പ്രേം നസീർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ എനിക്ക് SFIക്കാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട SFIക്കാരെ, നിങ്ങൾ വന്നിട്ട് ദയവ് ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരം
ബാബു ആണ് എന്നും ഞങ്ങളുടെ സമരം കെ നായരാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും പ്രേം നസീർ ആണ് എന്ന് ഞങ്ങൾക്കറിയാം. ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബെസ്റ്റ് ഉദാഹരണം. ശ്രീ ഹരിദാസ്, ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? ഇപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബ്ലഡി ക്രിമിനൽസ്. അവർ വീണ്ടും ബാനർ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഗവർണറെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ മോശം പദപ്രയോഗങ്ങൾ ആർഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുണ്ടിലിരിക്കുന്ന കുഞ്ഞന്തവളയ്ക്ക് കുന്നിന് മീതെ പറക്കാൻ മോഹം എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. ഇവരുടെ ഈ പരിമിതികളെ കുറിച്ചിട്ട് ഈ SFIക്കാർക്ക് അറിയില്ല. ശ്രീ അസ്കറും ഈ ചർച്ചയിൽ എവിടെയോ പറയുന്നത് കേട്ട മാതിരി തന്നെ ഈ പാർട്ടി ക്ലാസ്സുകളിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ടിട്ട് ഞാൻ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്, അതുമാതിരി തന്നെ തല്ലുകൊണ്ടിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരാണെന്ന് മന്ത്രിമാരായിട്ട് ബസ്സിലിരിക്കുന്നത്. ശ്രീ അസ്കർ, ഞങ്ങളെയൊക്കെ കളിയാക്കുന്നു. ഗുജറാത്തിലുള്ള മലയാളികളും അതുപോലെ തന്നെ UPയിലുള്ള മലയാളികളും കർണാടകത്തിലുള്ള മലയാളികളും തമിഴ്നാട്ടിലുള്ള മലയാളികളും 9365 എന്ന് പറയാൻ കഴിയാത്തൊരു മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ ഭരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കുക. ഈ തല്ലുകൊണ്ടതിൻ്റെ പേരിൽ മന്ത്രിമാരെ പിടിച്ചിട്ട് തല്ലുകൊണ്ടവരെ പിടിച്ച് മന്ത്രിമാരാക്കിയതിൻ്റെ ദോഷം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ട് എന്നുള്ളത് മന്ത്രിക്കും അറിയില്ല, മന്ത്രിയുടെ ചുറ്റും ഇരിക്കുന്നവർക്കും അറിയാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മന്ത്രിയുടെ കീഴിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക്, സ്വന്തം പേരെഴുതാൻ അറിയാത്തവർക്ക് 100 മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും A+ ജയിപ്പിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് താങ്കൾക്ക് ഭൂഷണമാകും. അവർ തല്ലുകൊണ്ടതല്ലേ, അവർക്ക് മന്ത്രിയാകാൻ യോഗ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അപമാനമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ചേക്കേറി അവിടെ നല്ല നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുകയാണ്. ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലാവുന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളുടെ മക്കൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ പഠിക്കാനാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അപമാനമാണ്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം തല്ലുകൊണ്ടത് യോഗ്യതയായിട്ട് ഒരു വ്യക്തിക്ക് മന്ത്രിസ്ഥാനവും നേതാവിൻ്റെ സ്ഥാനവും നൽകാൻ താങ്കളെ പോലുള്ളവർ തയ്യാറായിക്കോളൂ. പക്ഷേ ആ കളി കളിക്കുന്നത് ഞങ്ങളുടെ നികുതിപ്പണം എടുത്തുകൊണ്ടാണ്. ആ മന്ത്രി വാങ്ങുന്ന ശമ്പളവും അദ്ദേഹം താമസിക്കുന്ന വീടും അദ്ദേഹത്തിൻ്റെ കുടുംബം ഭക്ഷണം കഴിക്കുന്നത് പോലും ഞങ്ങളുടെ നികുതിപ്പണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനെ വിമർശിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ശ്രീ അസ്കർ, നമുക്കിതൊക്കെ വിടുക. നമുക്ക് ഈ ഗവർണറുടെ ധൈര്യം ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ചാൾസ് ശോഭാരാജിനെ പോലും കാണാത്തൊരു ധൈര്യമല്ലേ? ഒരു കൂട്ടം ഗുണ്ടകളുടെ ഇടയിലേക്ക് ഡോറ് തുറന്നിട്ട് ഇറങ്ങുക പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? ശ്രീ അസ്കർ, നമ്മൾ ആ ഒരു നിലപാടിനെ എടുക്കുക. എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? കാരണം പോലീസ് ഈ തടയാൻ വന്ന ഗുണ്ടകളുടെ പാർട്ടി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസാണ്. ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നറിയാതെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. വടിവാളുകൾ തള്ളിമാറ്റി, നീട്ടിപ്പിടിച്ച വടിവാളുകൾ തള്ളിമാറ്റിക്കൊണ്ട് എന്നും കോളേജിലേക്ക് പോയിരുന്ന പിണറായി വിജയന് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന കരിങ്കൊടിക്ക് നേരെ ഒന്ന് ഇറങ്ങി വരാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് ധൈര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയാൻ. ഇവിടെ സേനാപതി വേണുവിനോട് നേരത്തെ സംസാരിച്ച 1-2 വ്യക്തികൾ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പരസ്പരം പാര വയ്ക്കാനും ഒരു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പോലും വൃത്തിയായി നടത്താൻ അറിയാത്ത അവരെ ഈ മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയാണെന്ന് ധരിക്കുന്ന ഈ മുഖ്യമന്ത്രിയോട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ധൈര്യമുണ്ടോ എവിടെയെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കാണിച്ച കരിങ്കൊടിക്ക് നേരെ എന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക ചെയ്യൂ എന്ന് പറഞ്ഞ് ബ്ലഡി റാസ്കൽസ് എന്ന് വിളിച്ചോട്ടെ ഒന്ന് ഇറങ്ങി വരുന്നത് കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് യോഗമുണ്ടാക്കുമെന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അപ്പം നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ സമ്മതിക്കുകയല്ലേ വേണ്ടത്? UPയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചു വന്ന് പിന്നെ താങ്കൾ പറഞ്ഞു, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന രാഷ്ട്രീയ വഴികളെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ വ്യക്തി സഖാവായി പഠിച്ച് സഖാവായി വന്ന് സഖാവായി ഇരുന്നിട്ട് കൊണ്ടാണോ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഇതൊക്കെ അങ്ങേയറ്റ അപലപനീയമായ കാര്യമല്ലേ? താങ്കളൊരു അഭിഭാഷകനല്ലേ? ഇപ്പുറത്ത് നിന്ന് ഇന്നലെ വരെ പിണറായി വിജയനെ കുറിച്ച് തെറി പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും 10 ആൾ കൂടുന്നിടത്ത് വിമർശിക്കുകയും ചെയ്തവരെ ഇന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് AKG സെന്ററിൽ ഒരു ബുക്കിൽ സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച നിങ്ങളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന വഴി ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിക്കാം. കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോട്, ഏത് പ്രസ്ഥാനത്തിനോട്, ഏത് പ്രത്യയശാസ്ത്രത്തോട് വിശ്വസിച്ചിരുന്നു അവിടെ തന്നെ നിൽക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ജോസ് കെ മാണിയുടെ അപ്പനെ കള്ള എന്ന് വിളിച്ച നിങ്ങൾ ഇന്ന് ജോസ് കെ മാണിയെ മടിയിൽ വെച്ച് താലോലിക്കുന്ന താങ്കളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന വഴിയെക്കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? ഇതൊക്കെ അങ്ങേയറ്റം ലജ്ജാകരമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തന്നെ ഇടിച്ച പോലീസുകാർ തളർന്നു വീണിട്ടും ചിരിച്ചു നിന്ന പിണറായി വിജയനാണ്
പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ തൻ്റെ അനുയായികളെ വിട്ട് ഒരു വികലാംഗനെ അടക്കം തല്ലിച്ചതച്ചത് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അതിൽ അഭിമാനം തോന്നും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കേരളീയർക്ക് അപമാനമാണ് ശ്രീ അസ്കർ. അപമാനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപമാനം. ഒരു രാഷ്ട്രപതിയുടെ വില എന്താണെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് സെയിൽ സിംഗ്. തന്നെ നിയമിച്ച രാജീവ് ഗാന്ധിയോടും രാജീവ് ഗാന്ധിയുടെ അമ്മയോടും യാതൊരു കൂറും പുലർത്താതെ തപാൽ നിയമത്തിന്റെ ബില്ല് അയച്ചപ്പോൾ അത് തിരസ്കരിക്കുകയും അത് പിൻവലിക്കാൻ രാജീവ് ഗാന്ധിയെ പ്രേരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? സെയിൽ സിംഗ്. അതുപോലെ തന്നെ ഒരു ലോകസഭയുടെ നടത്തിപ്പ് എങ്ങനെ വേണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയതാണ് തൻ്റെടിയായ നട്ടെല്ലുള്ള സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന സ്പീക്കർ. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ എന്ന് എന്നെ പോലുള്ളവർ പറയാതിരിക്കുമ്പോഴും അത് അങ്ങനെയാണെന്ന് നാളെ എനിക്ക് പോലും പറയിപ്പിക്കേണ്ട അവസ്ഥ വരുത്തിയിരിക്കുന്നത് താങ്കളെ പോലുള്ളവരാണ്. താങ്കൾ ഈ ദൈവിക പരിവേഷം ചാർത്തിക്കൊണ്ട് ഈ മറ്റേ ആർഷോയെ പൊക്കി പറഞ്ഞല്ലോ. ആർഷോ കുറ്റക്കാരനാണെന്ന് തെളിയിക്കട്ടെ കോടതി, എന്നിട്ട് അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് പറയാമെന്ന്. സാർ, ഞങ്ങൾ കണ്ടതാണ് സാർ, ഒരു പെൺകുട്ടിയെ, ഒരു ദളിത് പെൺകുട്ടിയെ അങ്ങേയറ്റം മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് മഹാഭാരതത്തിൽ പാഞ്ചാലിയെ അപമാനിച്ചതുപോലെ അപമാനിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ വ്യക്തിയെ ഞങ്ങൾ ദൈവമായി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? ആ പെൺകുട്ടി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ നേതാവിന് നട്ടെല്ലില്ലാതെ പോയി. നട്ടെല്ല് AKG സെന്ററിൽ പണയം വെച്ച് അദ്ദേഹം ഇന്ന് നിലവിലില്ല. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഒരു നേതാവും ഇത്രയധികം തരം താഴരുത്. അത്രത്തോളം തരം താഴ്ന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പീഡനം, ആ പെൺകുട്ടിക്കേറ്റ പീഡനം കേരളത്തിൽ സംസാര വിഷയമായില്ല. കാരണം അത് അവരുടെ പാർട്ടി ഏറ്റെടുത്തില്ല. ആ വ്യക്തിയെയാണോ ഞങ്ങൾ ആരാധിക്കേണ്ടത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തി വന്നപ്പോൾ ചെകിടത്തടിച്ച ആ വ്യക്തി താങ്കൾക്ക് ആദരണീയനാകും. അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്നത് വരെ താങ്കൾ അദ്ദേഹത്തെ ആദരണീയൻ എന്ന് വിളിക്കും. പക്ഷേ ഞങ്ങൾക്കത് ക്രിമിനലാണ് സാർ. പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കടുങ്കൈ എന്താ പറയുക, പുഷ്പനെ അറിയാമോ? ഇവിടെ പറഞ്ഞവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ 5 ശവശരീരത്തിൽ കൂടി ചവിട്ടിയിട്ടാണ് പിണറായി വിജയന്റെ 2 മക്കള് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് അവരിന്ന് കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ഈ 5 പാവപ്പെട്ടവന്റെ മൃതദേഹത്തിലൂടെ ചവിട്ടിപ്പോയിട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മറന്നുകൊണ്ട് അതിനേക്കാൾ നിങ്ങൾ ചെയ്ത ക്രൂരതയാണ് എന്ത്? അവസാന കാലത്ത് MP രാഘവൻ, ഈ പ്രശ്നം അവിടെ ഉണ്ടാകും, ഈ വെടിവെപ്പ് അവിടെ ഉണ്ടാകും, അവിടേക്ക് പോകരുതെന്ന് അന്നത്തെ പോലീസ് DYSPയും അന്നത്തെ സൂപ്രണ്ട് ഓഫ് പോലീസും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് പോലും എൻ്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വെടിവെപ്പ് ഉണ്ടായിട്ട് 5 സഖാക്കളെ രക്തസാക്ഷികളാക്കിയ ആ വ്യക്തിയെ അവസാനം നിങ്ങൾ ഈ CPMലേക്ക് തിരിച്ചെടുത്തത് കേരളത്തിനോട് കൊഞ്ഞനം കുത്തിക്കൊണ്ടായിരുന്നുള്ള കാര്യം മറക്കരുത്. ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും ഒക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുക. 679 നിയോജക മണ്ഡലങ്ങളിൽ ഇന്ത്യയിൽ മത്സരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന 2 സീറ്റ് നഷ്ടപ്പെട്ടിട്ട് കേരളം പാവയ്ക്ക പോലുള്ളൊരു കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോവാൻ താങ്കളിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ സാർ ബംഗാളിലെ അവസ്ഥയിലേക്ക്, അതായത് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചായ അടിക്കുകയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി റോഡ് പണിയുകയും ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയില്ലേ, അത് കേരളത്തിലും സംജാതമാകും. പക്ഷെ 10 വർഷം വേണം. ഞങ്ങളുടെ കോൺഗ്രസ് പോരാ, സേനാപതി വേണു ഇതിന് മറുപടി പറയണം. അതുകൊണ്ട് ആ നിലയിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തും മുമ്പ്. അഡ്വക്കേറ്റ് ഹസ്ക, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയണോ അതോ കൂത്തുപറമ്പ് മോഡൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണോ ഇപ്പോൾ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്നത്? അഡ്വക്കേറ്റ് ഹസ്ക, കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ SFIയുടെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്ന് ചരിത്രബോധമുള്ള ആളുകൾക്കറിയാം. 1970-ൽ SFI വിദ്യാർത്ഥി പ്രസ്ഥാന സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും അകത്തു കയറാൻ കഴിയാത്ത വിധം KSUവിന്റെ ഗുണ്ടകളുടെ ഭരണകേന്ദ്രങ്ങളായിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥി ക്യാമ്പസുകൾ. അവിടെ നിന്ന് 1/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും തലപ്പത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ വരികയും ആ വിദ്യാർത്ഥി രീതിയൊന്നുമല്ല, വെരട്ടി ഈ നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാൻ അനുവദിക്കാത്തതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഞാനും 5 കൊല്ലം കോളേജ് യൂണിയൻ വരെയായിരുന്നു. ഞാനും കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. അത് മറ്റേ ഊരി പിടിച്ച നടുവിലൂടെ കടന്നുപോയ ബ്രണ്ണൻ കോളേജ് തന്നെയായിരുന്നു അഡ്വക്കേറ്റ് ഹസ്ക. ഞാനും ഇതൊക്കെ കണ്ടതും അനുഭവിച്ചതൊക്കെയാണ്. ആരും അങ്ങനെ വിരട്ടിയിട്ടൊന്നും അല്ലെന്നേ. എനിക്ക് ഞാൻ പഠിച്ചിരുന്ന കൊല്ലം ശ്രീനാരായണ കോളേജിൽ
ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിദ്യാർത്ഥി കോളേജ് യൂണിയന്റെ വരെയാണ്. ഇനിയും ആ ചരിത്രം തിരുത്താൻ കഴിയില്ല. കാര്യം പ്രീ ഡിഗ്രി ആ ക്യാമ്പസിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ചരിത്രം ഇനി തിരുത്താനും ആവില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ പല ഘട്ടങ്ങളിൽ വിദ്യാർത്ഥി പൊതുവേദിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാ. ഞങ്ങളൊക്കെ ഇതുപോലുള്ള സമരങ്ങളിൽ അടികൊണ്ടിട്ടുള്ളവരാ. ഇപ്പോ ഗവർണറെ കാണിച്ചു നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചാൽ, ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ പദവി മാത്രമാണ്. ചാൻസലർക്ക് ഭരണഘടനാ പദവി എന്നല്ല. സംസ്ഥാനം നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ചാൻസലറായി തുടരുകയും ആ നിയമങ്ങളിൽ ആകമാനം ഒപ്പിടാതെ ഒളിച്ചോടുകയും സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയിൽ കേസ് വരുന്ന ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യും. ബീരു ആരാണെന്ന് മനസ്സിലായി. ഒരു ഗുണ്ടയെ പോലെ തെരുവിലിറങ്ങി തനിക്കെതിരെയുള്ള ബാനറുകൾ വലിച്ചു ചെയ്യുന്ന ഗവർണർ അല്ല SFIക്കാർക്ക് എന്ത് തോന്നിയാസം കാണിക്കാം, എന്ത് വൃത്തികേടും കാണിക്കാം, ഗുണ്ടായിസം കാണിക്കാം. അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ SFIക്ക് ഒരു അഹങ്കാരമുണ്ട്, അഹന്ത, ധാർഷ്ട്യം. എല്ലാ ക്യാമ്പസും ഞങ്ങളുടേതാണ്. ഈ ഗവർണർ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ബാനർ വലിച്ചതായിട്ടല്ലോ, ആ അഹങ്കാരവും അഹന്തയും ധാർഷ്ട്യവും ഒക്കെയാണ് വലിച്ചു കീറി താഴെ ഇട്ടിരിക്കുന്നത്. അന്നമ്പിയാർ പക്ഷെ ഒന്ന് സമാധാനപ്പെടുന്നത് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി PM വാർസോ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെ 1000 ബാനറുകൾ കൊണ്ട് വലിച്ചു കീറിപ്പിക്കേണ്ടി വരും. നാളെ 1000 ബാനറുകൾ നോക്കാന്നേ. കാര്യം ഞാനൊരു പഴയ SFIക്കാരനായ മണിക്കൂറിനകം റിപ്പോർട്ട് തരാൻ കോഴിക്കോട് സർവകലാശാല VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ. ഞാനൊരു പഴയ SFIക്കാരനായതുകൊണ്ടും SFIയുടെ സമര രീതി നല്ല വൃത്തിയായി അറിയുന്ന ആളും ആ രീതിയിൽ സമരം നയിച്ചിട്ടുള്ള ആളെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. 1000 ബാനറുകൾ കാലിക്കറ്റ് ക്യാമ്പസിൽ ഉയരും, ഒരു സംശയം വേണ്ട. രക്തസാക്ഷികൾ ഉണ്ടാവുന്നതായിരിക്കും മോഡൽ. അല്ല വരട്ടെന്നേ, ഞങ്ങൾക്ക് അങ്ങനെ ആ രക്തസാക്ഷികൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലെന്നേ. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് 10 SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രം 19ഓളം രക്തസാക്ഷികൾ ഉണ്ടായതേ. ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല. ഒരു ചോദ്യം ശ്രീജിത്ത് കൈപോക്കുന്നു. ഒരു ചോദ്യമുണ്ട്. അല്ല ചോദിച്ചോട്ടെ, ശ്രീജിത്ത് ചോദിക്കട്ടെ. ശ്രീജിത്തെ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, SFIയോട് ബഹുമാനമില്ലാത്ത ആൾക്കാരൊന്നും അല്ല നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ SFI കണ്ടതാണ്. വളരെ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ടതുമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതിൽ 1-2 കാര്യങ്ങളിൽ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൈപൊക്കി കാണിച്ചത്. താങ്കൾ ഈ ഗവർണറെയും ചാൻസലറെയും 2ആയിട്ട് കണ്ടുകൊണ്ടാണ് താങ്കൾ സംസാരിച്ചത്. എന്തോ ഒരു സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിന്റെ ഔദാര്യത്തിൽ എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല. അദ്ദേഹം ചാൻസലറാണ്, പക്ഷെ അദ്ദേഹം ഗവർണറാണ്. ഗവർണർ ആയതുകൊണ്ടാണ് അദ്ദേഹം ചാൻസലർ ആകുന്നത്. ബൈ വെർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ ആസ് ഗവർണർ ഹി ഈസ് ഓൾസോ ദ ചാൻസലർ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും വിഭിന്നമാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കാനേ കഴിയില്ല. അദ്ദേഹം ഒരേ സമയം ഇത് രണ്ടുമാണ്. അല്ല, ഭരണഘടനാ പദവിയല്ലെന്ന എന്റെ തർക്കം. അല്ല, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ചാൻസലർ ആകുന്നത്. ചാൻസലർ എന്ന് പറയുന്നത് സർവകലാശാല നിയമങ്ങളിൽ ഭരണഘടനാ പദവിയല്ല. ചാൻസലർ ആയിക്കോട്ടെ, സംസ്ഥാനം വെച്ച് നീട്ടിയ ഔദാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ജനങ്ങൾ നൽകിയിരിക്കുന്ന ഔദാര്യമല്ലേ MLA പോസ്റ്റ്? നിശ്ചയമായും. എങ്കിലൊക്കെ, പക്ഷെ അതിന് ഔദാര്യം എന്നല്ല പറയേണ്ടത്. ഔദാര്യം എന്നുള്ള വാക്കല്ല അതിന് ശരി. ഔദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഉദാരമനസ്കരായി വെറുതെ കൊടുക്കുന്നു എന്നതാണ്. അങ്ങനെയല്ല. രണ്ട് ഒരു കാര്യം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സംഘപരിവാറിന്റെ നാഗ്പൂർ സെന്ററിൽ നിന്ന് ഓടിളക്കി ഇറങ്ങിയാണെന്നല്ല പിണറായി വിജയൻ. അല്ല, അങ്ങനെ വന്ന മനുഷ്യനല്ലെന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സുഖമായിട്ട് രാജീവ് ഗാന്ധി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ആശയപരമായിട്ടുള്ള ഭിന്നത കാരണം രാജിവെച്ച് പോയ ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും പവർ സെന്ററിനോടുള്ള പ്രത്യേകിച്ച് താല്പര്യം എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആയ കാലത്ത് അത് ചെയ്തിട്ടില്ല. പിന്നല്ലേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രായമായ സമയത്ത്. അങ്ങ് പറഞ്ഞതിൽ രണ്ടാമതൊരു സംഭവം കൂടിയുണ്ട്. അങ്ങ് ഈ SFIയുമായി ബന്ധപ്പെട്ട അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇവിടെ പുലർത്തിയത് കൊണ്ട് പറയുകയാണ്. ഒരുപക്ഷെ ശരിയായിരിക്കാം, 1000 ബാനർ ഇല്ലെങ്കിലും ചിലപ്പോൾ 10 ബാനറെങ്കിലും നാളെ അവർ കെട്ടാനായിട്ട് ശ്രമിച്ചേക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് ഉറപ്പാണ് അവർ 1000 ബാനർ നാളെ കെട്ടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് വിനീതമായിട്ട് താങ്കളോടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഓയൂരിലെ ഒരു സംഭവം ഈ അടുത്തിടെ ഉണ്ടായിരുന്നു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്. അന്ന് നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന സമയത്ത് ശ്രീ ഹസ്കർ, താങ്കൾ ഇതേപോലെ ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നും അയാളുടെ പേരിന്നതാണ് എന്നും പറഞ്ഞു ആ പാവപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യന്റെ പേരുപയോഗിച്ചിട്ട് അദ്ദേഹമാണ് ഇതിന്റെ കുറ്റവാളി എന്നും ആസൂത്രകനെന്നും പറഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടിയാണ് താങ്കൾ സംസാരിച്ചത്.
അപ്പൊ അതുകൊണ്ട് അത്ര ആത്മവിശ്വാസം വേണോ എന്നൊന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈവക്കിയെന്നേ ഉള്ളൂ. അതെ അതെ അഡ്വക്കേറ്റ് അസ്കർ. എസ് എഫ് ഐ നടത്തുന്ന സമരത്തെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ്. ഞാനൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ്. ഞങ്ങളാരും ക്യാമ്പസിലെ ക്ലാസ് മുറികളിൽ നിന്ന് പഠിച്ച് ആ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിച്ച അനുഭവങ്ങളിലൂടെ ജീവിച്ച ആളുകളെന്നല്ല. ഞങ്ങൾ ക്യാമ്പസുകളിൽ സമരരംഗത്ത് നിന്ന ആളുകളാണ്. പ്രീ ഡിഗ്രി ബോർഡ് സമരം മുതൽ ഇങ്ങ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് സമരം വരെ പല സമരങ്ങൾക്കും നേതൃത്വം നൽകി നിരവധി സമരങ്ങൾ കണ്ടു വളർന്ന ആളുകളാണ്. അപ്പൊ ആ സമരമാർഗങ്ങൾ എസ് എഫ് ഐക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസത്തിലാ പറഞ്ഞത്. മറ്റത് പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് ചർച്ചകൾക്കിടയിൽ ഒരു വിവരം ലഭിക്കുകയും ആ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെ അത് പിന്നീട് പെശകായി പോയി എന്നുള്ളത് വസ്തുത പിന്നീട് ചർച്ച തീരുന്ന ഘട്ടത്തിൽ തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ കരുതുന്നത് പോലെ ഇതുവരെ സർവകലാശാലകളിൽ ജനാധിപത്യപരമായിട്ടല്ലേ ഇപ്പോ ഗവർണറുടെ കോലം കത്തിക്കുകയാണ് ക്യാമ്പസിൽ. അല്ലാതെ തടയുന്നേ നിങ്ങൾ ശ്രീ ഹസ്കർ നിങ്ങൾ ബാബുജാൻ സെനറ്റിൽ വന്നിട്ടുണ്ടോ? ബാബുജാൻ സെനറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? സെനറ്റ് അംഗമായിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു യോഗ്യത? ഏത് യോഗ്യതയാണ്? എന്താ ബാബുജാന്റെ യോഗ്യത കുറവ്? അല്ല, വിദ്യാഭ്യാസ രംഗത്ത് നിന്നുള്ള ഏത് യോഗ്യതയാണ്? വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടാ സെനറ്റിലും സിൻഡിക്കേറ്റിലും അദ്ദേഹം വന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വിദ്യാർത്ഥി 92 അദ്ദേഹം കേരള സർവകലാശാല സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും വരുന്നത് വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിലാണ്. അതല്ല, പിന്നീട് അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ മേഖലയിൽ നിന്ന് എന്ന രീതിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അത് പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ സുദീർഘമായ അനുഭവ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം അദ്ദേഹം സെനറ്റിലേക്ക് വരുന്നത് വിദ്യാർത്ഥി നിലയിലാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ എമിനന്റ് പേഴ്സൺ എന്ന് പറയുമ്പോ അല്ല, ഞാൻ ചോദിക്കുന്നത് എമിനന്റ് പേഴ്സൺ എന്ന് പറയുമ്പോ മറ്റൊരാളിന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ യോഗ്യത ഇല്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഈ സർവകലാശാല ചട്ടങ്ങളിലൊന്നും ചുരുങ്ങിയത് ഒരു പ്രൊഫസർ ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ആൾക്കാർക്ക് എമിനന്റ് ആൾക്കാരാണെന്ന് തോന്നുകയാണ്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം തോന്നിയാൽ എന്ത് ചെയ്യും? ഗവർണർ ഏത് രീതിയിലാണ് തോന്നിയത്? പന്തളം NSS കോളേജിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ ഏതു രീതിയിലാണ് അദ്ദേഹത്തിന് എമിനന്റ് ആണെന്ന് തോന്നുന്നത്? വിദ്യാർത്ഥികളിൽ നിന്ന് 4 മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാമെന്നല്ലേ? അങ്ങനെ ആര് പറഞ്ഞിട്ടാണെന്ന് ആര് പറയണമെന്ന് അത് പറയണമല്ലോ. സർവകലാശാല നൽകിയ ലിസ്റ്റിന് ഉപരിയായിട്ട് അങ്ങനെ സർവകലാശാല ലിസ്റ്റ് നൽകണമെന്നാണ് നിയമത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? എന്ത് പരമാധികാരം അതുള്ളത്? സർവകലാശാല ലിസ്റ്റ് നൽകണമെന്ന് ആ നിയമത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? വായിക്കുക. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ലിസ്റ്റ് നൽകണമെന്ന് യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ പറയുന്ന ആ ഭാഗം ഏതാണെന്ന് പറയൂ. സർവകലാശാല ശുപാർശ അങ്ങനെ ഒരു ഭാഗമുണ്ടോ ശ്രീ ഹസ്കർ? ഉണ്ട്. സർവകലാശാല എവിടെയാണ് സർവകലാശാല ലിസ്റ്റ് നൽകണമെന്ന് അടിസ്ഥാനത്തിൽ? എന്നാ പിന്നെ സർവകലാശാലയുടെ പ്രവർത്തനം എല്ലാം ചാൻസലറെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. സർവകലാശാല ലിസ്റ്റ് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്ന ക്ലോസ് എവിടെയുള്ള? ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. ശുപാർശ നൽകണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സർവകലാശാല ശുപാർശ എവിടെയാണ് പറഞ്ഞത്? അല്ലാതെ ചാൻസലർക്ക് തോന്നുംപടി ചെയ്യാനുള്ളതല്ല സെനറ്റ്. അല്ലല്ല, ഒരു സെക്കൻഡ് അല്ല, എവിടെയാണ് തോന്നുംപടി ചെയ്യാവുന്നത്? ഏത് പ്രൊവിഷനിലാണ് പറയുന്നത്? ഇല്ല, ഞാൻ ഒരു കാര്യം, താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, ഞാൻ പറയാം. കാലിക്കറ്റ് സർവകലാശാലയുടെ ചട്ടമാണ്. അതിലെ ഒരു സെക്ഷനിലെ ക്ലോസ് 4 students nominated by the chancellor, 1 having outstanding academic ability in humanities, 1 having outstanding ability in science, 1 having outstanding ability in sports, and 1 having outstanding ability in fine arts. ഇതിനകത്ത് ലിസ്റ്റ് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്? അല്ല, അത് ശുപാർശയുടെ ചാൻസലർ എങ്ങനെയാ? ഏത് ശുപാർശയുടെ കാര്യം ഇതിൽ പറയുന്നത്? ചാൻസലർ എങ്ങനെയാ തീരുമാനിക്കുന്നത്? സർവകലാശാലയോട് ചോദിക്കും. ആ സർവകലാശാലയിലെ ഈ 4 ഏത് നിയമത്തിൽ എങ്ങനെയാ എഴുതിയേക്കുന്നത്? അല്ലാതെ ചാൻസലർ ഈ നിയമം ഹസ്കർ ഉണ്ടാക്കുന്ന നിയമമാണ്. ചാൻസലർ ഹസ്കർ പറയുകയാണ്, അല്ലെങ്കിൽ കബഡി നിർത്തിയാണോ തീരുമാനിക്കുന്ന കാര്യം? സർക്കാർ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് VC കബഡി നടത്തുമോ? സർക്കാരല്ലല്ലോ മേഖലയിൽ, ഈ മേഖലയിൽ പ്രാമുഖ്യം ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ VC കബഡി നടത്തുമോ? കാലിക്കറ്റ് സർവകലാശാല VC ആണോ കബഡി നടത്തുന്നത്? കൺസൾട്ടേഷൻ വിത്ത് ദി അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, കോടതിയിൽ ഇപ്പൊ പോയത് എന്തിനാ? കോടതിയിൽ പോയപ്പോ അല്ല, ഒരു സെക്കൻഡ് കോടതിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇത് ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി ഇതൊന്ന് റദ്ദ് ചെയ്യണമായിരുന്നു. കോടതി റദ്ദ് ചെയ്ത് എന്തുകൊണ്ടാ? കോടതി ഇപ്പൊ സ്റ്റേ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ ശ്രീ ഹസ്കർ? കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നത് അതിനകത്തിൽ ഈ 4 വിദ്യാർത്ഥികൾ അതിൽ പാർട്ടിയല്ല. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളോട് അവരുടെ മെറിറ്റ് എന്താണ്, കാര്യം എന്താണെന്നുള്ളത് ചോദിക്കുന്നു.
അത് നോക്കിയതിനു ശേഷം ഈ വിദ്യാർത്ഥികൾ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഗവർണർ തിരുത്തപ്പെടും, അല്ലെങ്കിൽ ചാൻസലർ തിരുത്തപ്പെടും. പക്ഷേ ചാൻസലർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്, ഒരു സെക്കൻഡ്, ചാൻസലർ ഇങ്ങനെ ഒരു ലിസ്റ്റിൻ പ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു നിയമമെങ്കിൽ അപ്പൊ തന്നെ കോടതി ഇത് റദ്ദ് ചെയ്തേനെ. കാരണം അവർ പറയും ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ജസ്റ്റിസ് വയലേഷൻ വരും. എന്തായാലും ഇപ്പൊ സ്റ്റേ കിടക്കില്ലേ ആ മാറ്ററിൽ, അതിൽ ഹിയറിംഗ് വരട്ടെ. അതിന്റെ ഹിയറിംഗ് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അക്കാര്യത്തിൽ മനസ്സിലാവും. ചാൻസലർക്ക് അങ്ങനെ പരമാധികാരമൊന്നുമില്ല സർവകലാശാല എപ്പോഴും ഓട്ടോണമസ് ബോഡി ആയിരിക്കണം. ആ ഓട്ടോണമസ് ബോഡിക്ക് വേണ്ടിയിട്ടാണ് വിവിധ മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി ഇതര പ്രവർത്തകരെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരും ഒക്കെയായി സെനറ്റിൽ. തൊഴിലാളികളൊന്നുമില്ല. ഇൻഡസ്ട്രി മേഖല എന്ന് പറയുന്ന സമയത്ത് CPM സർക്കാർ ഇവിടെ ഉള്ള സമയത്ത് ടൈറ്റാനിയത്തിലെ തൊഴിലാളി യൂണിയന്റെ നേതാവിനെ വെച്ചിട്ടുണ്ടോ? അല്ല, ഇൻഡസ്ട്രിയൽ തൊഴിലാളി യൂണിയന്റെ നേതാവ് സാർ ശ്രീ ഭാസ്കർ തൊഴിലാളി നേതാവാണോ ഇൻഡസ്ട്രി എക്സ്പെർട്ട്, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ല. ഇൻഡസ്ട്രി എക്സ്പെർട്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ ആ ഇൻഡസ്ട്രിയിലെ അനുഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് നമ്മുടെ. അപ്പൊ വിദ്യാർത്ഥി നേതാവിനും അങ്ങനെ പറ്റത്തില്ലേ? KSU-കാരനും ഒരുപോലല്ലേ? SFI-കാരനും KSU-കാരനും ABVP-കാരനും എങ്ങനെയാണെങ്കിൽ ഒരുപോലല്ലേ? എന്ത് ന്യായത്തില അത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ശുപാർശയുടെ അടിസ്ഥാനത്തിലെന്നല്ല, ചാൻസലറെ പോലെ അങ്ങനെ കബഡി നിരത്തി എടുത്തൊന്നും അല്ലല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ചെയ്താൽ അത് ട്രൗസർ അല്ലെ? ചാൻസലർ ചെയ്യുന്നത് ചെയ്താൽ വള്ളിക്കളസം. ഞങ്ങൾ ചെയ്താൽ ട്രൗസർ, മറ്റേതാണെങ്കിൽ വള്ളിക്കളസം. ചാൻസലർ ചെയ്തതെല്ലാം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നത് ചില വൈകാരികമായ ചില അടുപ്പങ്ങൾ തോന്നുന്നതുകൊണ്ട് അസീത്തിന്. അല്ലല്ല, ഒരു സെക്കൻഡ്, അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ഇത് വൈകാരികമായ അടുപ്പത്തിന്റെ പ്രശ്നമല്ല. നോക്കൂ, ഇത് കാര്യം അറിയാതെ സംസാരിക്കുന്നതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷക്കാർക്ക് മൊത്തത്തിലുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഗവർണർ ക്രിമിനൽസ് എന്നീ പിള്ളേരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങളാണ് എന്ന്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇവരെ മുഖ്യമന്ത്രിയാണല്ലോ പോലീസ് വകുപ്പിന്റെ മന്ത്രി. അദ്ദേഹത്തിന്റെ പോലീസ്, കേരള പോലീസ് ഇവരെ ചാർജ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ വകുപ്പ് വെച്ചിട്ടാണോ അല്ലയോ? ക്രിമിനൽ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ പ്രവൃത്തി നടത്തുന്ന ആൾക്കാരെയാണോ? എങ്കിൽ അവരെ ക്രിമിനൽ എന്നാണ് ഇവർ. ഒരു സെക്കൻഡ് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. എന്നെ പൂർത്തിയാക്കാൻ. അതിനെന്താ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ആളിനെ പിന്നെ മിഖായിൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ പറ്റൂ? ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സെക്കൻഡ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളിനെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ മിഖായൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ അവരെ ക്രിമിനൽ എന്നാ വിളിക്കുക. ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിനെതിരായ കുറ്റമാണ്, ഗുരുതരമായ കുറ്റമാണ് എന്ന് നമ്മുടെ പോലീസ് തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് കണ്ട് അവർക്ക് ജാമ്യം കൊടുത്തില്ല സാർ. എന്ന് പറയുന്ന ക്രിമിനൽ കുറ്റമാണോ? അവർക്ക് ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? ഗവർണർക്കെതിരെ സമരം ചെയ്താൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി ആവുമോ? അല്ലല്ലോ, അവർ ചെയ്ത ആക്ടിവിറ്റി സമരം ചെയ്തതിനല്ലോ കേസാണോ? അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ബാക്കിലത്തെ ചില്ലടിച്ച് പൊളിച്ചതിനല്ലേ? അല്ല, ചില്ല് നശിപ്പിച്ചതിനാണോ? 75,000 രൂപയുടെ മെയിൻ്റനൻസ് ആ വാഹനത്തിന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സാർ? കരിങ്കൊടി ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ 75,000 രൂപയുടെ മെയിൻ്റനൻസ് വരുമോ? ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ എത്രയോ കരിങ്കൊടി കാണിച്ചു. ആ ബസ്സിന്, നവകേരള ബസ്സിന് എന്തെങ്കിലും രീതിയിലുള്ള മെയിൻ്റനൻസ് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അവർ തല്ലിപ്പൊളിച്ചില്ല. ഇത് ചില്ല് തല്ലിപ്പൊളിച്ചത് കൊണ്ടാണ് അല്ലേ? വണ്ടി തല്ലിപ്പൊളിച്ചുകൊണ്ട് 75,000 രൂപയുടെ മെയിൻ്റനൻസ് വന്നു. ആ 75,000 രൂപയുടെ മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാ? സർക്കാർ തന്നെയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണോ അല്ലയോ? അത് ചക്ക വീണിട്ടൊന്നും അല്ലല്ലോ ആ ചില്ല് പൊളിഞ്ഞത്. ആണോ? അതിനെ ക്രിമിനൽസ് എന്ന് വിളിക്കാമോ? പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ അത്? പ്രകടിപ്പിക്കേണ്ടത്. പിന്നെ അതിനെന്താ പറയുന്നത്? ഗാന്ധി മാർഗം എന്നാണോ പറയുന്നത്? അല്ല, വിശുദ്ധന്മാരാണ് വിശുദ്ധന്മാർ. ഞാൻ ചോദിക്കുന്നത് ഗവർണറുടെ വാഹനം അദ്ദേഹത്തിന്റെ സാധനമാണ്. അത് നശിപ്പിക്കുന്നതിന് ക്രിമിനൽ ആക്ടിവിറ്റി ആവുന്നില്ലേ? എന്റെ ശ്രീത്തെ, അദ്ദേഹം ഒരു വിശുദ്ധ പശു എന്നും അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ അദ്ദേഹം വിശുദ്ധ പശു ആവണ്ട സാർ. ഞാൻ പറയുന്നത് ശ്രീ ഭാസ്കർ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ല. താങ്കൾ കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയുക. അദ്ദേഹം നാഗ്പൂരിന്റെ ഓർഡർലിയാ. അതായിക്കോട്ടെ, അല്ല ഒരു സെക്കൻഡ്, അദ്ദേഹം നാഗ്പൂരിന്റെ ഓർഡർലി ആവണമെന്നില്ല. ശ്രീ ഭാസ്കർ, ഒരു സെക്കൻഡ്, അദ്ദേഹം നാഗ്പൂരിന്റേതല്ല, അദ്ദേഹം അമിത്ഷായുടെ പോക്കറ്റിൽ കിടക്കുന്ന ആളെന്നും കരുതിക്കോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം അമിത്ഷായുടെ പോക്കറ്റിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാഹനം പോയി തല്ലിപ്പൊളിക്കാൻ പറ്റുമോ? അഥവാ അങ്ങനെ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലാതിരിക്കുമോ? എന്നാൽ ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പൊളിക്കുന്ന മിഖായൽ ഗോർബച്ചേവുമാരെന്ന് വിളിക്കാം, അങ്ങനെ വിളിക്കാൻ പറ്റുമോ? വേണ്ട ശ്രീത്തെ, എന്തിന് ഒരു കറുത്ത ബാനർ കിട്ടിയാൽ അദ്ദേഹം പ്രകോപിതനാവണം? ഞാൻ ചോദിക്കുന്നത്
ശ്രീ അനിൽ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. അദ്ദേഹം ഗവർണറുടെ കാര്യമാണോ പിണറായി വിജയന്റെ കാര്യമാണോ പറയുന്നത്? നിങ്ങൾ കേരളം മുഴുവൻ കറുത്ത കൊടികൾ കറുത്ത ബാനർ UDF കോൺഗ്രസും ഒക്കെ ബാനർ കെട്ടിയാൽ ആലടങ്ങുന്നില്ല. കോവിഡ് സമയത്ത് കറുത്ത മാസ്ക് പോയ ആൾക്കാർക്ക് നീല മാസ്കും മഞ്ഞ മാസ്കും കൊടുത്ത പോലീസാണ്. 2-3 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കോവിഡ് സമയത്ത് കറുത്ത മാസ്ക് ഇട്ട് പോയ ആൾക്കാർക്ക് അത് അഴിപ്പിച്ചിട്ട് മഞ്ഞയും നീലയും കളർ മാസ്ക് കൊടുത്ത ആൾക്കാർ, കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പോലീസ് പിടിച്ചു മാറ്റി. ശ്രീത്തെ കണ്ടല്ലേ? എന്ത് കഷ്ടമാണ്. അഡ്വക്കേറ്റ് അസ്കർ, എന്തായാലും ഞാൻ സമയപരിമിതി കൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, അതുപോലെ പ്രിന്റു, ദയവായി ക്ഷമിക്കുക, ഞാൻ നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇവർക്കിടയിൽ ഒരു വാഗ്വാദം നടന്നു. എന്തായാലും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.